ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മുട്ട റോസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എങ്ങനെയും നോക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാൻ മുട്ടയൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. 8 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഈ അരവയ്ക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞിങ്ങനെ വരുന്ന പോലെ ആക്കിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് അരവ് പിടിക്കുന്ന സമയത്ത് ആ വരഞ്ഞത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നത് മനസ്സിലാകും. മുട്ട ഇങ്ങനെ വരഞ്ഞെടുക്കുന്ന സമയം ഒരുപാട് ആഴത്തിൽ വരഞ്ഞെടുക്കരുത് കേട്ടോ. അങ്ങനെ വരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇത് കറിയിലിടുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്തും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ആ വൈറ്റ് ഭാഗം മാത്രം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം വലുപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് കട്ടാക്കിയതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ മുട്ട റോസ്റ്റിന് എത്ര ഉപ്പ് വേണം അത് ഇപ്പം തന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി അവസാനം വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ അടച്ചു വെക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റോളം ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ആ രീതിയിലാക്കിയപ്പോൾ അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഇത്രയും വലിപ്പമുള്ള ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുകളൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അവസാനം സ്പെഷ്യലായിട്ട് ഒരു ചേരുവ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കൂ കേട്ടോ. വ്യൂവൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ തക്കാളി, ആ നേരത്തെ കാണിച്ച തക്കാളി ഇല്ലേ, മീഡിയം വലിപ്പമുള്ള തക്കാളി, ആ തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളെ പച്ചക്കുത്തൊക്കെ പോയതിന് ശേഷം ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരല്പം ഉപ്പ് കമ്മിയാണ്. അപ്പോൾ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ചേർത്തപ്പോൾ ഉള്ളത്. തക്കാളി നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ അരച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇനി ഒന്ന് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത വെള്ളവും ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. കൂടുതൽ തൈര് ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ മാത്രം തൈരാണ് ഞാൻ ഈ ഒരു ഇതിൽ 8 മുട്ടയും ഇത്രയും ഗ്രേവിയൊക്കെ എടുക്കുന്ന സമയത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. ഇനി ഇതുപോലെ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് 1 മിനിറ്റോളം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കണം. 2 ചേരുവ ചേർക്കുന്നുണ്ട്, ഒരു ചേരുവ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കസൂരി മേത്തി. ഉലുവയുടെ ഇലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും പലചരക്ക് കടകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ഒരു പാക്കറ്റ് വാങ്ങി ചെറിയ പൈസയുള്ളൂ, വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ കുറേ നാളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന മല്ലിയിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ആക്കണ്ട. ഇങ്ങനെ തന്നെ 1 മിനിറ്റ് 1.5 മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കണം. അപ്പോൾ ഇതാ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ആ കസൂരി മെത്തിയുടെയൊക്കെ ഫ്ലേവർ ഈ നമ്മുടെ മുട്ടയുടെ ഗ്രേവിയിലേക്കൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുള്ളൂ. തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്. അത് ചോറിൻ്റെ ഒപ്പം പോലും നമുക്ക് കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, ദോശ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ഗ്രേവി. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം റെഡിയാക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? ഈ വീഡിയോ കാണുമ്പോൾ എന്താണെന്നുള്ളൊരു അഭിപ്രായം, ആ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കൊണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കാണുമ്പോഴാണ് നമുക്ക് തുടർന്നും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? അതെ. അപ്പോൾ ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.